അപ്പം പടം ബറോസ് ആണ്. ബറോസ് കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ബറോസ് ചെയ്തിരിക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ. നിർമ്മാണം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ. അതെ, ദി കംപ്ലീറ്റ് ആക്ടർ ആന്റണി പെരുമ്പാവൂർ, ഇന്റലിജൻസ് ഓഫീസർ ആന്റണി പെരുമ്പാവൂർ. സോ അതിനകത്ത് തുടങ്ങുന്ന നമ്മൾ ഈ കാര്യം ഔട്ട് ഓഫ് ടോപ്പിക്കാണ് പറയാനുണ്ട്. ജനുവരിയിൽ തന്നെ നമുക്ക് തുടരും എന്ന സിനിമ റിലീസ് ഉണ്ട് ലാലേട്ടൻ്റെ. അപ്പോൾ അതെല്ലാവരും പോയി കാണും, തിയേറ്ററിൽ പോയി കാണും. നല്ല പടമായിരിക്കും ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഫേസ് ഇവിടെ തീരുന്നു പ്രതീക്ഷിക്കുന്നു. സോ ബറോസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇത് കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന പടമാണ്, കുട്ടികൾക്കായിട്ട് എടുക്കുന്ന പടമാണ്. കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന പടമാണെന്ന് പറഞ്ഞാലും പുള്ളിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പുള്ളിയുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് പുള്ളി ചെയ്തു വെച്ച ഒരു വർക്കാണിത്. അപ്പം അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് മുതുകണ്ടകൾ ഈ പടം കണ്ടിട്ട് വന്നിരുന്നു കുറ്റം പറയരുത്. എന്നാൽ എനിക്ക് കുറ്റം പറയാനുണ്ട്. ഞാൻ പക്ഷേ 2-2.5 മണിക്കൂർ തിരുന്നില്ലേ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. പക്ഷേ വേറെ കാര്യം വെച്ചാൽ ഞാൻ പറയട്ടെ പ്ലീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ ലാലേട്ടൻ പറഞ്ഞു. ആക്ച്വലി അതിന് നമ്മളൊരു ഒപ്പീനിയൻ പറയുന്നത് തന്നെ തെറ്റാണ്, എത്തിക്സ് പ്രകാരം തെറ്റാണ്. അതെ, ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവരുത്തി ഞങ്ങളിവിടെ പടം കാണിച്ചിട്ട് അവനെ ഇവിടെ കൊണ്ടുവരുത്തണം എന്നുണ്ടായിരുന്നു. പക്ഷെ കുട്ടികളെ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ കുട്ടികളായി കാണുക, ഞങ്ങളെ കുട്ടികളായിട്ടാണ് പടം കണ്ടത്. ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഞങ്ങൾ നോക്കി എന്തേലൊക്കെ, പിന്നെ ഞങ്ങൾ താന്നു, ഞങ്ങൾ DAC ക്യാരക്ടേഴ്സായി, ഞങ്ങള് കൊച്ചുങ്ങളായി കൈയൊക്കെ കൊട്ടി അങ്ങനെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അതിലും വലിയ അവരവങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതായത് ലാഗ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു ലാഗ് റീസെന്റ് ഞാൻ ഒരു പടത്തിനും കണ്ടിട്ടില്ല. അപ്പൊ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പിള്ളേരുടെ കാണാൻ പിള്ളേർ ആദ്യം ഉറങ്ങാതിരിക്കണം. ഇത് അല്ല ഉറങ്ങാതിരിക്കാൻ പറയാൻ പറ്റില്ല. ഇടയ്ക്ക് മറ്റേ കാർട്ടൂണൊക്കെ സാധനമൊക്കെ കയറി എഴുതുന്നുണ്ട്. അപ്പം നമുക്ക് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പോപ്കോണൊക്കെ തിന്നിങ്ങനെ ഇങ്ങനെയൊക്കെ പാടുള്ള സാധനം എഴുതുന്നുണ്ട്. കൊച്ചി ടി വി അല്ല പറയാൻ കാര്യം വെച്ചാല് 3D കൂടെ ആണ് ഒരു സുഖമുണ്ട്. ഞാൻ എന്താണ് ഇവിടെ അടുത്തായിരുന്നത്. പക്ഷെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട 3D എന്ന് പറയുന്നത് 3Dയുടെ ആ ക്വാളിറ്റി. ഞങ്ങൾ കണ്ടത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് തിയേറ്റേഴ്സിലൊന്നായ രേവതി സിനിമാസ്, പാരിപ്പള്ളി രേവതി സിനിമാസിലാണ്. ഇവന്മാർ ഈ പടത്തിന്റെ സൈസ് എന്ന് പറയുന്നത് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 90mm അങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഇത്രയാണ് നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ സൈസ് ആയിരുന്നു ഈ റെസല്യൂഷൻ. ഇവന്മാരിത് സൂം ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട്, അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് വരെ ഞങ്ങൾ പകുതിയും കട്ട് ചെയ്താണ് കണ്ടത്. ഓരോ ഫ്രെയിം സൂം തല കട്ടായി പോയി. സബ് ടൈറ്റിൽ ഒന്നും പോർച്ചുഗലിൽ സംസാരിക്കുന്നത് ഒന്നും കാണാൻ പോയി, സബ് ടൈറ്റിൽ താഴെയായി പോയി, തല മുകളിലായി പോയി. ഓക്കെ, അപ്പം സെക്കൻഡ് ഹാഫോട്ടാണ് ഞങ്ങൾ പടം കറക്റ്റ് സൈസ് കണ്ടു തുടങ്ങിയത്. പടം എന്ന് പറയുന്നത് ഈ 3D എക്സ്പീരിയൻസ് നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു 3D കാണാൻ. ലാലേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ 3Dയിൽ നമുക്ക് അടുത്ത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞു തുടങ്ങിയ ഒരു കാക്കരിശം കാണാൻ കണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കണ്ടിരിക്കാം. ഒരു ഈ ഡിസ്നി കഥ ആ ഒരു വൈബ് നമുക്ക് എനിക്ക് തോന്നുന്നത് കിട്ടുന്നത്. ചില സ്ഥലത്ത് നല്ല ഫ്രെയിം ചില സ്ഥലത്ത് ചില ഷോട്ടുകളുണ്ട്, അത് വിരലിൽ എണ്ണാവുന്ന ചില ഷോട്ടുകൾ മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം സീരിയൽ ടൈപ്പ് സാധനങ്ങൾ, ഒറ്റ ടേക്കില് പരിപാടി കട്ട് ചെയ്യാതെ സീരിയല് പോണ കണക്കി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ചില സമയത്ത് ഇനി എഡിറ്റ് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് കുറെ സ്ഥലത്ത്. അതിന് എഡിറ്റ് മിസ്റ്റേക്ക് ആണ്. അതേപോലെ സീൻ കഴിഞ്ഞ് അടുത്ത സീൻ തുടങ്ങുമ്പോഴേ ആ ഒരു ചെറിയൊരു ലാഗ് ഉണ്ടല്ലോ, 2 സെക്കൻഡ് ലാഗ് സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞില്ല. അത് മാത്രമല്ല ഈ സ്ലോ മോഷൻ സീൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വരികയാണ്. അത് പിന്നെ എന്റെ കണ്ണാടിയുടെ കൂടെ പോകുന്ന എന്റെ കൂടെ പോകുന്ന അറിയത്തില്ല. പേടി ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു നമ്മുടെ മുമ്പിൽ ഒരു നാടകം നടക്കുന്നു. അതാണ് ഒരു ഫീൽ നമുക്ക്. പക്ഷെ ഉള്ളത് പറയാല്ലേ, തുടക്കത്തെ ഒരു 10 മിനിറ്റ് 3D കുറെ സാധനങ്ങളുണ്ട്, നമ്മള് ഞെട്ടിപ്പോകുന്ന കുറെ സാധനങ്ങൾ. ആദ്യത്തെ ഒരു ഫൈറ്റ് ഉണ്ട്. അത് ഫൈറ്റ് കൊറിയോഗ്രാഫി ഇത് ആരെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രമുഖർ പറയുന്ന കണക്ക് ലാലേട്ടന്റെ ഫൈറ്റ് ചെയ്യാൻ വയ്യ. അത് അത്ര കോസ്റ്റ്യൂം ഒക്കെ വലിച്ചു കേട്ടിട്ടായിരിക്കും വയ്യ. അല്ല അത് പറയണ്ട, ശരിയാ. കാര്യം ചില പുള്ളിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കൂടെ വലിച്ച് കെട്ടി വെച്ചേക്കല്ലേ ആയിരിക്കും. പിന്നീടെന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ലിഡിയൻ പുള്ളി നല്ല കൊച്ചുകുട്ടികളിൽ നിന്നും വലിയ നല്ല പ്രായമായി. സോ പുള്ളിക്കാണ് അത് വർക്ക് ചെയ്യാനുള്ളത്. പക്ഷെ പുള്ളി വർക്ക് ചെയ്തിട്ടില്ല കൃത്യമായിട്ട്. കാരണം വെച്ചാൽ മ്യൂസിക്കൽ സ്റ്റോറി പറയുന്ന ഓരോ ഗ്യാപ്പ് കിട്ടില്ല, തെലുങ്ക് പടങ്ങളൊക്കെ ആയി പോയി. മ്യൂസിക്കൽ ഡ്രാമ പരിപാടിയാണ് ഇത് ആക്ച്വലി. പക്ഷേ ഫാന്റസി ഡ്രാമ ഡ്രാമ അത് നേരത്തെ ആകർഷാണോന്ന് കളിയാക്കി പോകുന്നത്. പക്ഷെ അത് ഡ്രാമ പരിപാടിയാണിത്. അത് അവർ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്.
പക്ഷെ ആ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര വീക്കായിട്ട് തോന്നി. ഒരു പാട്ട് പോർഷൻ കൊള്ളാം, മറ്റേ സ്റ്റേജിൽ മറ്റേ പെൺകൊച്ച് പാടുന്ന പാട്ട്, പുള്ളിയുടെ ഫസ്റ്റ് പ്രൊജക്ട് ആയിരിക്കും. അത് ആ പെൺകൊച്ച് പാടുന്ന പാട്ട് കൊള്ളാം. പക്ഷെ അതിനകത്തും ഈ മിസ്മാച്ച് ആയിട്ടുള്ള സൗണ്ട്, കാലഘട്ടത്തിന്റെ സൗണ്ട് കയറ്റി അതിന്റെ ഇടയ്ക്ക് കൊണ്ട് ഭയങ്കര അരോചകം, ഇത്ര വൃത്തിയായിട്ട് അരോചകം. പുള്ളി ഒരു ഫുൾ ലെങ്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ രണ്ടാമത് വന്ന പാട്ടിലും കയറി പാടി. അത് തുടങ്ങി വെച്ചേ എല്ലാ പാട്ടിലും പാടേണ്ട കാര്യം നല്ല ഫ്രെയിം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ നല്ല ഫ്രെയിമിൽ ലാലാട്ടം ഇരിക്കുമ്പോൾ ലാലട്ടം ഒരു പാട്ടങ്ങ് പാടും. ചുമ്മാ പുള്ളിയെ പാട്ട് കൊടുക്കും. എടുത്തു വേണ്ട വേറൊരു കാര്യം അതിന്റെ VFX, പിന്നെ ഇതിന്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ കൊച്ചുണ്ടല്ലോ, ബറോസ് പാപ്പ എന്ന് പറഞ്ഞ നിലവിളിക്കുന്ന കൊച്ച്, ഇസബെല്ല കൊച്ച് ലുക്ക് വൈസ് ഒക്കെ പൊളിയാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ച് സീൻസ് പുള്ളി ഇനി ഡയറക്ടറിന്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടർ, അതായത് ഈ കൊച്ചിന്റെ ഒരു ക്യാരക്ടറിന് പെട്ടെന്ന് ഈ ബറോസ് പാപ്പ എന്ന് പറയുന്നത് ട്രെയിലറിൽ അല്ല, അതിനകത്ത് ആ കുട്ടിക്ക് ഫാന്റസി എന്താ അറിയില്ല, അത്രേ ഉള്ളൂ. നിധി കാക്കുന്ന ഭൂതമാണ് ലാലറ്റിന്റെ ക്യാരക്ടർ, നിങ്ങൾ ട്രെയിലറിൽ കണ്ടതുപോലെയാണ്. അപ്പൊ ഈ നിധി തേടി വരുന്ന ഒരു കൊച്ച്, അതായത് ട്രഷർ ഹണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ ട്രഷർ ഹണ്ടെന്നൊന്നും അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു സാധനം. അപ്പൊ ഈ കൊച്ചിങ്ങനെ ഭൂതത്തിന്റെ അടുത്തോട്ട് വരുമ്പം ഈ കൊച്ചിന് കുറച്ച് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കും. എന്നുവെച്ചാൽ താഴെ നിൽക്കുന്ന കൊച്ചിങ്ങനെ പറക്കുക, പക്ഷെ കൊച്ചു വിശ്വസിച്ചില്ലായിരുന്നു. താഴെ താഴെ നിൽക്കുന്ന കൊച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും താഴെ ഇങ്ങനെ പൊങ്ങി പോണത്. അപ്പൊ എന്തെങ്കിലും എക്സ്പ്രഷനേ ഇല്ല, ഒന്നുമില്ല. പുള്ളിക്കാരി സാധാ നടന്നു പോണവനൊക്കെ നടന്നു പോകും. പിന്നെ മറ്റേ ബോഗമില്ലേക്കകത്ത് ജ്യോതിർമയെ വെള്ളത്തിൽ മുക്കുമ്പോൾ ഓർമ്മകളൊക്കെ പോകുന്നതാണ്. ഈ കൊച്ചിന് ഓർമ്മ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെള്ളത്തിലോ കായലിലോ ഒക്കെ കൊണ്ടുപോകണം. പറഞ്ഞ തന്നെ ഫസ്റ്റ് ഒരു ഫാന്റസി ഇതെന്ന് കാണിച്ച് പറക്കുന്ന കാര്യം വിട്ട് അത് പോട്ടെ നോക്കാം. കടലിൽ കൂടെ നടന്നു പോവാണ്. കടലിൽ ലാലേട്ടൻ ഒരു സീനില് കടലിലെ നടുക്ക് തെങ്ങ് കുഴിച്ചിട്ടിട്ട് കരയിൽ നിന്ന് ഏകദേശം ഒരു 100-200 മീറ്റർ അപ്പുറത്തേക്കുന്ന ഒരു തെങ്ങ് ഈ കൊച്ചിനെ കരയിൽ നിന്നുകൊണ്ട് കുറച്ച് ശക്തി ഇട്ട് കൊടുത്തിട്ട് നടത്തി കൊണ്ടുവരിക. കടലിൽ കൂടെ നടന്നു പോവുക. എന്നാ ഞാൻ കടലിൽ കൂടെയാണ് നടക്കുന്നത്, ഞാൻ മുങ്ങി പോണില്ല എന്നുള്ളൊരു ചിന്ത കൊച്ചിനില്ല. ഒരു മണ്ടം കൊച്ചിന് ഒരു ബുദ്ധിയില്ല. ലാലേട്ടന്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു പടം സംവിധാനം ചെയ്യണം. അതും അപ്രിഷിയേറ്റ് ചെയ്യാനുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇതുപോലൊരു ജോണർ എടുത്ത് ട്രൈ ചെയ്തു. ട്രൈ അത്രയും മതി. ഇനി ഇമ്മായി ട്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആഗ്രഹം കഴിഞ്ഞെങ്കിൽ ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന ആ ഒരു ബാനറിലെ ഒരു ഗംഭീര സാധനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ ഈ ഡ്രാമയാണ് അല്ലെ പിള്ളേരുടെ പടമാണ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്കൊരു പേഴ്സണലി ഒരു ആസ് എ ഫാൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. അതായത് എനിക്ക് വേറെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഭയങ്കര കൊറോണ ടൈമിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഭയങ്കര കാശ് മുന്നേ ക്യാമറ ഒക്കെ എടുത്ത് വെച്ച് കുറെ ബഡ്ജറ്റ് ഒക്കെ പോയി VFX 3D പരിപാടി അത്രയും ബഡ്ജറ്റ് മുടക്കിയിട്ട് ഇവർ ഒന്ന് ഇവർക്ക് ഇതിനകത്ത് കോൺഫിഡൻസ് ഇല്ല. ഇവര് ആശീർവാദ ടീമിന് ഈ പ്രോജക്റ്റ് കോൺഫിഡൻസ് ഇല്ല. അതൊന്നും അവർ പ്രൊമോട്ട് ചെയ്തില്ല. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി പ്രൊമോട്ട് ചെയ്തിട്ട് ഹൈപ്പ് കൂടി കുട്ടികളുടെ പടമാണ് ഊക്ക് കിട്ടിയാലോ എന്ന് കരുതിയിട്ടായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യാഞ്ഞത്. അല്ലെങ്കിൽ ഇത് വിശ്വാസം ഇല്ലാണ്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യാഞ്ഞത്. പക്ഷെ ഇവർ എന്തർത്ഥത്തിലാണ് ഇതിന്റെ ബഡ്ജറ്റ് റിക്കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രൊമോഷനും ഇല്ലാതെ. ബഡ്ജറ്റിന്റെ കാര്യം പറയാമെങ്കിൽ വിക്കിപീഡിയയിൽ പോയി നോക്കണേ. അത് ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ. എന്തായാലും പടം ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് 3 പേർക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പോകുക. ക്രിസ്മസ് ആണ്. നമ്മൾ പണ്ട് മോൺസ്റ്റർ ടൂർ ലാലേട്ടന്റെ പടമാണ്, ഫെസ്റ്റിവൽ സീസൺ ആണ്. അങ്ങനെ ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് പോയി കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതവിടെ കളയുക. പിള്ളേരെ അവിടെ കയറ്റുക, മാർക്കോ കാണുക. ക്രിസ്മസ് സീസണില് മാർക്കോ കാണാൻ പറ്റാതെ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരെ ഇതുകൊണ്ട് കാണിക്കുക. എന്നിട്ട് ഇത് കാണാൻ പറ്റാതെ 18 വയസ്സിന് മുകളിലുള്ളവര് മാർക്കോ കാണുക. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം പിള്ളേരെ ഈ സ്ക്രീനിൽ സ്ക്രീനിൽ പടം കാണാം. നിങ്ങൾ ഉറങ്ങും. സത്യമായിട്ടും നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഒരുപാട് പേർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, നമുക്ക് അറിയത്തില്ല. അവിടെ ഇരുന്നല്ല ഊക്കുമായിരുന്നു, ബാക്കി എനിക്കറിയത്തില്ല. ക്രിസ്മസ് ആണ്, ലാലേട്ടന്റെ പടമാണ്, ലാലേട്ട ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടമാണ്. തിയേറ്ററിൽ മിസ് ആക്കരുത് എന്നേ പറയത്തുള്ളൂ. ക്രിസ്മസ് അപ്പൂപ്പനെ കാണുന്ന പോയി കണ്ടിട്ട് വരും. അല്ല, ഓക്കെ, തീർന്നില്ല. ഒരു കാര്യം പറഞ്ഞില്ല, നമ്മള് ആവശ്യമില്ല. ഒരു ക്യാമിയോ റോളൊക്കെ ഉണ്ട്. അതിപ്പോ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, പറയണ്ട. ഒരു ക്യാമിയോ ഇതിനോ വേണ്ടി ഒരു ക്യാമിയോ ഉണ്ട്. അത് പുള്ളിയെ എവിടുന്നോ കളഞ്ഞു കിട്ടിയപ്പോ എടുത്തോണ്ടൊന്നും ചെയ്തതാണ്. കളഞ്ഞു കിട്ടിയപ്പോ അല്ല, ആ സമയത്ത് അവിടെ കാണുമായിരിക്കും. വേറെ പോർച്ചുഗൽ വെച്ച് ഷൂട്ട് ചെയ്തെന്ന് പറയുന്നു. അപ്പൊ പുറത്ത് ഇവര് പുള്ളി എവിടെ ഉണ്ടെന്ന് വിളിച്ച് ചോദിച്ചിട്ട് പടത്തിനകത്ത് ഉള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാലേട്ടന്റെ മറ്റേ വെൽഫെയർ ഉണ്ടല്ലേ വണ്ടി,
റൈറ്റർ വെൽഫെയർ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ നിധി ഇരിക്കുന്ന ഒരു അഴുക്ക സ്ഥലം കൊട്ടാരം, പക്ഷെ അതാണ് മൊത്തം ആക്ച്വലി പറയാൻ വെച്ചാൽ അതാണ് ഗുഹ അത് കാണിക്കുന്നുണ്ട്. പിന്നെ അന്തപുരം ഒരു മ്യൂസിയം കണക്കൊരു പരിപാടി കാണിക്കുന്നുണ്ട്. ഇത് മൂന്ന് അതിനകത്തുള്ളു, അതിനകത്ത് പരിപാടിയൊന്നും പിന്നെ ഒരു ആവശ്യത്തെ കുറവില്ല. ലേലംവിളി ഒരു ബാക്കി കൊട്ടാരം നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന്റെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും കൂട്ടുകാരെയും അറിയുമലയും അച്ഛന്മാരെയും എല്ലാവരും ഇതിനകത്ത് വിളിച്ച് കേട്ടിട്ടുണ്ട്. ആവശ്യമില്ല. ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നോണ്ടായിരിക്കും. കാസ്റ്റിംഗ് ഒക്കെ വളരെ മോശം, വെറും അലമ്പ് കാസ്റ്റിംഗ് പരിപാടിയാണ് ഇതിനകത്ത്. ഡയലോഗ് ഡെലിവറിയും ഭയങ്കര മോശം. അയ്യോ അത് പറയേണ്ട കാര്യമാണ്. പിന്നെ ഒരു കാര്യം പറയാ വെച്ചാല് ഇവരെ കൊണ്ട് ഈ മലയാളം പറയിപ്പിക്കാനായിരുന്നെങ്കിൽ വേറെ ഞാൻ പറയുന്നത് കേട്ടോ, ഇസബെല്ല മറ്റേ ബർലോസ് ഇമോഷണലി അവരുടെ റിലേഷൻ ഇമോഷണലി കണക്ട് ആയിരുന്നു. ഇമോഷണൽ ഇല്ല ആക്ച്വലി ബോണ്ട് കണക്ട് ആയിരുന്നു. എനിക്ക് കണക്ട് ആയിട്ടില്ല. നെവർ. എന്നുവെച്ചാൽ ആ ഒരു സ്ക്രീനില് ആ ഒരു 2.5 മണിക്കൂർ കണ്ട ഒരു സാധനമായിട്ടും പേഴ്സണലി ഞങ്ങളാരും കണക്ട് ആയിട്ടില്ല. നിങ്ങൾ കണക്ട് ആവുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയനും നിങ്ങളുടേതായ വ്യൂ പോയിന്റും ആയിരിക്കും. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണുക. സോ നമ്മൾ പറഞ്ഞു ഇതിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ 3D വർത്താണ്. സോ നല്ലൊരു തിയേറ്റർ ഉണ്ടെങ്കിൽ പോയി 3D കാണും. ഇത് കാണാൻ പ്രേരിപ്പിക്കുന്ന കാര്യം ഇതിന്റെ 3D, ലാലേട്ടന്റെ ഡയറക്ഷൻ കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. 3D എടുത്തോളം വേറെ കാര്യം വെച്ചാൽ ഇത് 2D ഇറക്കിയിട്ടില്ല. അതാണ് നിങ്ങൾ തിയേറ്ററിൽ പ്രതീക്ഷിക്കേണ്ട. സോ കിട്ടില്ല. സമ്മർ ലോക്കസ് ചമ്മി. അപ്പോൾ നമ്മൾ ഇതാണ് ബാർസിന്റെ റിവ്യൂ അല്ല ഒപ്പീനിയൻ, സോറി. സോ മറ്റൊരു പടത്തിന്റെ അല്ല, പിന്നെ എന്തായാലും 150 രൂപ പ്ലസ് 3D പൈസ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒപ്പീനിയൻ പറയാനുള്ള ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് എഡിറ്റിംഗ് പഠിക്കുക, ഡയറക്ഷൻ പഠിക്കുന്ന കാര്യം വരുത്തില്ലെന്ന് കരുതുന്നു. പഠിച്ച ആള് ചെയ്തതിന് സാധനം പോയി കണ്ടിട്ട് വരിക, പോയി കണ്ടുവരിക. അറിയാവുന്നവർ ചെയ്തത് കണ്ടിട്ട് വരിക.